ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തിൽ അല്ലാഹു തആല അവനെ മാത്രം ആരാധിക്കണം, അവനാണ് എല്ലാം സൃഷ്ടിച്ചത്, അല്ലാഹു തആല ഏറ്റവും കഴിവുള്ളവനാണ്, അല്ലാഹുവാണ് എല്ലാത്തിനെയും പരിപാലിക്കുന്നതും നിയന്ത്രിക്കുന്നതും, അതുകൊണ്ട് ഇത്രയും കഴിവുള്ള അല്ലാഹുവിനാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, അവനോട് മാത്രമാണ് നിങ്ങൾ ചോദിക്കേണ്ടത്, അവനെ വിട്ടുകൊണ്ട് മറ്റ് സൃഷ്ടികളെ ആരാധിക്കലും മറ്റ് സൃഷ്ടികളോട് ചോദിക്കലും വലിയ വിഡ്ഢിത്തരമാണെന്ന കാര്യം അറിയിച്ചിരുകയുണ്ടായി. തുടർന്നുള്ള ആയത്തിൽ അല്ലാഹു തആല പരലോകത്തെ അവസ്ഥയാണ് അറിയിച്ചിരുന്നത്. ഇലൈഹി മർജിഉകും ജമീഅ വഅദല്ലാഹി ഹഖ്ഖാ إنه يبدأ الخلق ثم يعيده ليجزي الذين آمنوا وعملوا الصالحات بالقسط والذين كفروا لهم شراب من حميم وعذاب أليم بما كانوا يكفرون. അല്ലാഹുവിലേക്കാണ് നിങ്ങൾ എല്ലാവരുടെയും മടക്കം. ഇത് അല്ലാഹുവിൻ്റെ ഉറച്ച വാഗ്ദാനമാകുന്നു. അവനാണ് സൃഷ്ടിപ്പിന് തുടക്കം കുറിച്ചത്. സത്യവിശ്വാസം സ്വീകരിക്കുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്തവർക്ക് നീതിപൂർവം പ്രതിഫലം നൽകുന്നതിന് അല്ലാഹു രണ്ടാമതും സൃഷ്ടിക്കുന്നതാണ്. നിഷേധിക്കുന്നവർക്ക് അവരുടെ നിഷേധം കാരണത്താൽ തിളക്കുന്ന പാനീയവും വേദനാജനകമായ ശിക്ഷയുമുണ്ട്. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ മരിക്കുന്നതോടുകൂടി മണ്ണായി പോകുന്നില്ല, നേരെ മറിച്ച് മനുഷ്യൻ വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുന്നതാണെന്ന കാര്യം അറിയിക്കുകയാണ്. മനുഷ്യൻ്റെ ശരീരം മണ്ണായി പോകുന്നതാണ്, പക്ഷേ മനുഷ്യൻ്റെ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല. ദുനിയാവിലെ മരണമെന്നുള്ളത് അവൻ്റെ യഥാർത്ഥ ജീവിതത്തിൻ്റെ തുടക്കമാണ്. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വിജയം പരലോക വിജയമാണ്. ദുനിയാവിൽ വിജയവും പരാജയവും മാറി മാറി വരും. ചിലപ്പോൾ വിജയമുണ്ടാവും, ചിലപ്പോൾ പരാജയമുണ്ടാവും. എന്നാൽ പരലോകത്തെ അവസ്ഥ ഒരിക്കലും അങ്ങനെയല്ല. പരലോകത്ത് വിജയിയാണെങ്കിൽ അവൻ കാലാകാലം വിജയിയാണ്, അവിടെ പിന്നെ മരണമില്ല. പരലോകത്ത് പരാജിതനാണെങ്കിൽ കാലാകാലം പരാജിതനാണ്. അതുകൊണ്ട് പരലോകത്ത് വിജയിക്കാനുള്ള അവസരമാണ് ദുനിയാവിലെ ജീവിതമെന്നുള്ളത്. ദുനിയാവിൽ ചില ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ അവന് ആഖിറത്തിൽ കാലാകാലം വിജയിയായി തീരാം. എന്നാൽ ദുനിയാവിൽ ശാരീരിക ഇച്ഛകൾക്ക് പിന്നാലെ പോയി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ മറന്നു കളയുകയാണെങ്കിൽ പരലോകത്ത് കാലാകാലം അവൻ പരാജിതനുമായി തീരുന്നതാണ്. തീർച്ചയായും അല്ലാഹു തആല ഓരോ മനുഷ്യരെയും അള്ളാഹുവിന് മുമ്പിൽ ഒരുമിച്ച് കൂട്ടുന്നതാണ്. അത് അള്ളാഹുവിൻ്റെ സത്യമായ വാഗ്ദാനമാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന കാര്യത്തിൽ വിശ്വസിക്കൽ ഓരോ വിശ്വാസിക്കും നിർബന്ധമായ കാര്യമാണ്. ആരെങ്കിലും പരലോക ജീവിതത്തെ, പുനർജീവനത്തെ നിഷേധിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ്. എപ്രകാരം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ദുനിയാവിലോട്ട് സൃഷ്ടിച്ചയച്ചോ, ദുനിയാവിൽ മനുഷ്യന് ജീവൻ നൽകിയോ, അതുപോലെ തന്നെ അല്ലാഹു തആല ആഖിറത്തിലും പരലോകത്തും മനുഷ്യനെ പുനർജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ്. ദുനിയാവിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആരംഭമെന്നുള്ളത് വെറുമൊരു ഇന്ദ്രിയ തുള്ളിയാണ്. അതിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ വളർത്തിക്കൊണ്ടുവന്നത്. ആ അള്ളാഹുവിന് തന്നെ നിങ്ങൾ മരിച്ച് മണ്ണായാലും വീണ്ടും പുനർജീവിപ്പിക്കാൻ കഴിവുണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തിലോട്ട് നോക്കുകയാണെങ്കിൽ ആ അള്ളാഹുവിന് മരണപ്പെട്ട മനുഷ്യനെ പുനർജീവിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രയാസവുമില്ലാത്ത കാര്യമാണെന്ന് ഒരു മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും അല്ലാഹു തആല മനുഷ്യനെ ഇത്രയും വളർത്തിക്കൊണ്ടുവന്നു. മനുഷ്യന് അവൻ്റെ അവയവങ്ങൾ നൽകി, മനുഷ്യന് ബുദ്ധി നൽകി, മനുഷ്യന് വിവേകം നൽകി. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ നൽകുകയുണ്ടായി, ഒന്നുമല്ലാത്ത അവസ്ഥയിൽ നിന്നും.
ഇതേ അള്ളാഹുവിന് തന്നെ മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവനെ പുനർജീവിപ്പിക്കാനും കഴിവുണ്ട്. അതുകൊണ്ട് അള്ളാഹു തആല പുനർജീവിപ്പിക്കാൻ കഴിവുണ്ടെന്ന കാര്യത്തിൽ അവിശ്വസിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ വിഡ്ഢിത്തരമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഏതൊരു അള്ളാഹുവാണോ ദുനിയാവിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും വളർത്തുകയും ചെയ്തത്, അതേ അള്ളാഹു തന്നെ ഈ മനുഷ്യൻ മരണപ്പെട്ടതിന് ശേഷം അവനെ പുനർജീവിപ്പിക്കാനും കഴിവുള്ളവനാണ്. അങ്ങനെ പുനർജീവിപ്പിച്ചതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിലെ 2 അവസ്ഥകൾ ഈ ആയത്തിലൂടെ വിശദീകരിച്ചിരിക്കുകയാണ്. ദുനിയാവിലെ ജീവിതം എന്നുള്ളത് പരീക്ഷണ കാലഘട്ടമാണ്. ആ പരീക്ഷണത്തിൽ വിജയിച്ചവൻ പരലോകത്തും വിജയിക്കുന്നതാണ്. ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടവൻ പരലോകത്തും കാലാകാലം പരാജിതനാവുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ്, ദുനിയാവിൽ വെച്ച് ആര് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തുവോ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നീതിപൂർവം അവരുടെ പ്രതിഫലങ്ങൾ നൽകുന്നതാണ്. ദുനിയാവിൽ നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മങ്ങളും അള്ളാഹു പ്രതിഫലം നൽകാതിരിക്കുന്നതല്ല. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, ആരൊരു അണു തൂക്കം നന്മ ചെയ്തോ അതിൻ്റെ പ്രതിഫലം അള്ളാഹു നൽകും. ഒരിക്കലും ചെയ്ത പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തആല പ്രതിഫലം നൽകാതിരിക്കുന്നതല്ല. തീർച്ചയായും മനുഷ്യൻ ചെയ്ത സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ്. അതുകൊണ്ട് ദുനിയാവിൽ അള്ളാഹു നൽകിയ ജീവിതം, ആ ജീവിതത്തിൽ ആര് അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്തുവോ അവർക്ക് അള്ളാഹു തആല നീതിപൂർവം പ്രതിഫലങ്ങൾ നൽകുന്നതും സ്വർഗീയ അനുഗ്രഹങ്ങൾ നൽകുന്നതുമാണ്. അള്ളാഹു തആല ഈമാൻ പറയുന്നതിനോടൊപ്പം അമലു സ്വാലിഹാത്തും പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണ്? ഒരു വ്യക്തിക്ക് സ്വർഗം ലഭിക്കാൻ അടിയുറച്ച വിശ്വാസം മതി. അടിയുറച്ച വിശ്വാസമുള്ളവർക്ക് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആ വിശ്വാസം കാരണമായി സ്വർഗം നൽകുന്നതാണ്. എന്നാൽ ആ സ്വർഗത്തിലോട്ട് എളുപ്പത്തിൽ പ്രവേശിക്കാൻ, ആ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കാൻ, ആ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക കരുണയും ആദരവും ലഭിക്കാൻ, ആഖിറത്തിൽ ഓരോ ഘട്ടങ്ങളും എളുപ്പമാവാൻ, ഹിസാബിൻ്റെ ഘട്ടമുണ്ട്, സിറാത്തിൻ്റെ ഘട്ടമുണ്ട്, വലത് ഇടത് കൈകളിൽ ഗന്ധം നൽകപ്പെടുന്ന ഘട്ടമുണ്ട്. ഇങ്ങനെ ആഖിറത്തിൽ ഓരോ ഘട്ടവും എളുപ്പമാവാൻ, അർശിൻ്റെ തണൽ ലഭിക്കാൻ, അള്ളാഹുവിൽ നിന്നുമുള്ള പ്രത്യേക കരുണയുടെ വാഗ്ദാനങ്ങൾ ലഭിക്കാൻ ഇതിനെല്ലാം അമലു സ്വാലിഹാത്തുകൾ ആവശ്യമാണ്. അടിയുറച്ച വിശ്വാസമുള്ളവൻ അള്ളാഹു സ്വർഗം നൽകും. എന്നാൽ ആ സ്വർഗത്തിൽ എളുപ്പത്തിലെത്താനും ആ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ ലഭിക്കാനും സൽക്കർമ്മങ്ങളിൽ ദുനിയാവിൽ വെച്ച് മുന്നേറുക എന്നുള്ളത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. അതുപോലെ നമ്മുടെ ഈമാൻ, നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാനുള്ള വലിയൊരു കവചമാണ് സൽക്കർമ്മങ്ങൾ എന്നുള്ളത്. സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ വിശ്വാസം ബലഹീനമായി തീരുന്നതാണ്. നമ്മുടെ വിശ്വാസത്തിൽ ധാരാളം വിള്ളലുകൾ ഉണ്ടാവുന്നതാണ്. ആ വിശ്വാസത്തെ സംരക്ഷിക്കാനും വിശ്വാസത്തെ ശക്തിപ്പെടുത്താനും അള്ളാഹുവിൽ വിശ്വാസം മാറി അടിയുറച്ച വിശ്വാസമുണ്ടാവാനും സൽക്കർമ്മങ്ങൾ നമ്മളെ സഹായിക്കുന്നതാണ്. സൽക്കർമ്മങ്ങൾ എത്രത്തോളം അധികരിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ വിശ്വാസവും സംരക്ഷിക്കപ്പെടുന്നതാണ്, വർദ്ധിക്കുന്നതാണ്. അമലു സ്വാലിഹാത്തുകൾ, സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയാവുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസം ബലഹീനമായി തീരുന്നതും ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് വിശ്വാസം നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവുന്നതുമാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങളിൽ മുന്നേറുക, നല്ല കർമ്മങ്ങൾ ചെയ്യുക. അള്ളാഹു നിർബന്ധമാക്കിയ കർമ്മങ്ങൾ, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അള്ളാഹു സുന്നത്തായി കാണിച്ചു തന്ന കർമ്മങ്ങൾ, നല്ലതായി കാണിച്ചു തന്ന കർമ്മങ്ങൾ, നല്ല പെരുമാറ്റം, നല്ല രീതിയിലുള്ള ചെലവഴിക്കൽ, നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം സൽക്കർമ്മങ്ങളാണ്. എല്ലാ നല്ല കാര്യങ്ങളും സൽക്കർമ്മങ്ങളിൽ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കുകയും നല്ല കർമ്മങ്ങളിൽ മുന്നേറുകയും ചെയ്യുമ്പോൾ അല്ലാഹു തആല അവരുടെ ഈമാൻ സംരക്ഷിക്കുന്നതാണ്. ഇത് ഒരു കൂട്ടം ആളുകൾ, അവർ നല്ല കർമ്മങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്തു, അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല ആഖിറത്തിൽ പരലോകത്ത് ഉന്നതമായ സ്ഥാനങ്ങൾ അവർക്ക് നൽകുകയും ചെയ്തു. എന്നാൽ ദുനിയാവിൽ അള്ളാഹു നൽകിയ അവസരം ഉപയോഗപ്പെടുത്താതെ ആ ദുനിയാവിൽ ശാരീരിക ഇച്ഛകൾക്ക് പിന്നാലെ പോവുകയും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ അനുസരിക്കാതെ ധിക്കരിച്ചുകൊണ്ട് ജീവിതത്തിൽ നിന്നും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ഒഴിവാക്കിക്കൊണ്ട് ജീവിക്കുകയും ചെയ്ത ആളുകൾ, അവർക്ക് അല്ലാഹു തആല ആഖിറത്തിൽ വലിയ ശിക്ഷയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. എപ്രകാരം സൽക്കർമ്മങ്ങൾ മുന്നേറുന്ന വിശ്വാസികൾക്ക് അല്ലാഹു തആല ഉന്നതമായ സ്ഥാനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ നിഷേധം പ്രവർത്തിക്കുന്ന, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കെതിരായി പ്രവർത്തിക്കുന്ന, തിന്മകൾ ചെയ്യുന്നവർക്ക് ആഖിറത്തിൽ അല്ലാഹു തആല ശിക്ഷയും ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ടെന്ന് അറിയിക്കുകയാണ്. വേദനാജനകമായ ശിക്ഷയാണ് അവർക്കുള്ളത്. ഒരിക്കലും എളുപ്പമുള്ള ശിക്ഷയല്ല, പ്രയാസപ്പെടുത്തുന്ന ശിക്ഷയാണ് അവർക്ക് അള്ളാഹു ഏർപ്പാടാക്കി വെച്ചിട്ടുള്ളത്. അവർക്ക് കുടിക്കാൻ ഹമീം എന്ന ചുട്ടുപൊള്ളുന്ന വെള്ളം അള്ളാഹു തആല കൊടുക്കുന്നതാണ്.
നരകവാസികൾക്ക് അല്ലാഹു തആല കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തെപ്പറ്റി പരിശുദ്ധ ഖുർആനിൽ പല ആയത്തുകളിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അല്ലാഹു തആല പറഞ്ഞു ശറാബും മിൻ ഹമീം, നരകവാസികൾക്ക് അല്ലാഹു തആല വെള്ളമായി കൊടുക്കുന്നത് ചുട്ടുപൊള്ളുന്ന വെള്ളമാണ്. നരകത്തിൽ നരകവാസികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തെപ്പറ്റി മറ്റു പല സ്ഥലങ്ങളിലും അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചു തന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ അല്ലാഹു പറഞ്ഞു നരകവാസികൾ വെള്ളം ആവശ്യപ്പെടും, ആ സമയത്ത് അവർക്ക് വെള്ളം കൊടുക്കപ്പെടും. പക്ഷേ ആ വെള്ളത്തിൻ്റെ ചൂട് കാരണം അത് കുടിക്കാനായി അവർ മുഖത്തിൻ്റെ അടുക്കലോട്ട് വെക്കുമ്പോൾ അവരുടെ മുഖം പോലും പൊള്ളിപ്പോകുന്നതാണ്. അത് വായിൽ പോലും വെക്കാൻ പറ്റുന്നതല്ല, അടുത്ത് വെക്കുന്ന സമയത്ത് മുഖം പൊള്ളിപ്പോകുന്നതാണ്. അതവർ കുടിക്കുകയാണെങ്കിൽ അവരുടെ ആമാശയത്തെ പോലും കീറിക്കൊണ്ടായിരിക്കും അടിയിലോട്ട് ആ വെള്ളം ഇറങ്ങുക. നരകവാസികൾക്ക് അല്ലാഹു കൊടുക്കുന്ന വെള്ളം എന്നുള്ളത് ദുർഗന്ധമുള്ള വെള്ളമാണ്. നരകവാസികളുടെ ചലം, നരകവാസികളുടെ പഴുപ്പ്, ഇതെല്ലാം ഉള്ളതായ വെള്ളമാണ് അവർക്ക് കുടിക്കാനായി കൊടുക്കുക. അതിൻ്റെ ദുർഗന്ധം അതിശക്തമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു അറിയിച്ചിരുകയുണ്ടായി. അതുകൊണ്ട് ചുട്ടുപൊള്ളുന്ന ദുർഗന്ധം വഹിക്കുന്ന വെള്ളമാണ് നരകവാസികൾ വെള്ളം ആവശ്യപ്പെടുമ്പോൾ അല്ലാഹു കുടിക്കാനായി കൊടുക്കുക. അവർക്ക് കൊടുക്കുന്ന പാനീയം പോലും അവർക്ക് ശിക്ഷയാണ്. ദുനിയാവിൽ നമ്മൾ വെള്ളം കുടിക്കാറുള്ളത് സമാധാനത്തിന് വേണ്ടിയാണ്, ആശ്വാസത്തിന് വേണ്ടിയാണ്. എന്നാൽ നരകത്തിൽ ആശ്വാസത്തിനും സമാധാനത്തിനും വെള്ളം ആവശ്യപ്പെടുമ്പോൾ അവർക്ക് കൊടുക്കുന്ന വെള്ളം പോലും പരീക്ഷണവും ശിക്ഷയുമാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ്. വെള്ളത്തിൻ്റെ അവസ്ഥ മാത്രമല്ല, നരകവാസികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം അതും പരീക്ഷണമാണ്, ശിക്ഷയാണ്. നരകവാസികൾക്ക് ധരിപ്പിക്കപ്പെടുന്ന വസ്ത്രം അതും ശിക്ഷയാണ്. ഇതിനെല്ലാം പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിരുന്നുണ്ട്. ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിൽ അല്ലാഹു തആല ദുനിയാവിലെ ജീവിതം താൽക്കാലികം മാത്രമാണ്, യഥാർത്ഥ ജീവിതം പരലോക ജീവിതമാണ്. ദുനിയാവിലോട്ട് ഒരു ദിവസം ജനിച്ചതുപോലെ പരലോകത്ത് ഒരു ദിവസം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയും ചെയ്യും. ദുനിയാവിൽ നിന്നും മരണപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ദുനിയാവിൽ വെച്ച് ചെയ്ത കർമ്മങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും പരലോകത്തെ തീരുമാനമുണ്ടാവുക. ദുനിയാവിൽ സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ പരലോകത്ത് നിങ്ങൾ വിജയികളായിരിക്കും. ദുനിയാവിൽ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് എതിരായി പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പരലോകത്ത് പരീക്ഷണങ്ങളുടെ കേന്ദ്രമായ, ശിക്ഷയുടെ കേന്ദ്രമായ നരകമായിരിക്കും ഉണ്ടാവുക എന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിക്കുകയാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.